രോഗശയ്യയിൽ കിടക്കുമ്പോ ഭർത്താവ് മരിച്ചുകൊണ്ടിരിക്കുന്ന ഭർത്താവിന് ഭാര്യ കൊടുത്തൊരു മറുപടി ഉണ്ട്. എടി, നിന്നെ വേറൊരാൾക്ക് കെട്ടിച്ചു കൊടുത്തിട്ട് മരിക്കാനുള്ള മതം നിയമം ഇസ്ലാമിൽ ഇല്ല, അല്ലെങ്കിൽ ഞാൻ നിന്നെ വേറൊരാൾക്ക് കെട്ടിച്ചു കൊടുത്തിട്ട് മരിക്കുമായിരുന്നു ഞാനെന്ന് പറഞ്ഞപ്പോ ആ പെൺകുട്ടി ഭർത്താവിന് കൊടുത്ത ഉത്തരം എന്താ അറിയോ? നിങ്ങളുടെ ഈ തളർന്ന ചുണ്ടിങ്ങനെ പിടിച്ചിട്ട് അതിലേക്ക് ഇങ്ങനെ കഞ്ഞി വാർന്നിരുന്നേ, അതിലേറെ വലിയ സുഖമൊന്നുമല്ല ഒരാളുടെ കൂടെ പുതപ്പിന്റെ ഉള്ളിൽ കിടന്നുറങ്ങണ സുഖം. ആ പുതപ്പിന്റെ ഉള്ളിൽ കിടന്നുറങ്ങണ സുഖം എനിക്കില്ല എന്നല്ലേ ഉള്ളൂ, അതെനിക്ക് പ്രശ്നമല്ല എന്നാണ്. ഇവിടെ വിവാഹപ്രായമെത്തിയ പെൺകുട്ടികളുണ്ടെങ്കിലേ, ആരെങ്കിലും മനസ്സിൽ കൊണ്ടു നടക്കുന്ന ചെറുപ്പക്കാരികളുണ്ടെങ്കിലേ, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു ആകർഷണീയത ഉണ്ടാകും. അവന്റെ കണ്ണ്, അനക്കെന്താ അവനെത്ര ഇഷ്ടമാകാൻ കാരണം നോക്കുമ്പോ പറയണ ഉത്തരാണ്, എനിക്ക് അവന്റെ കണ്ണാണ്, അവന്റെ ശബ്ദമാണ്, അവന്റെ മൂക്കാണ്. നേരിട്ട് കേട്ടതോ അനുഭവിച്ചതുമായ ഒരു കാര്യമാണ് നിങ്ങളോട് ഞാൻ പറയണത്. ഒരു കോന്തൻ കറുത്തിട്ട് ഇങ്ങനെ ആകെ ഒരു വസ്തുവിനും പറ്റാത്ത, ഒരു ജോലിയില്ല, അങ്ങാടി തെണ്ടണ ചങ്ങാതിനെ നീ എങ്ങനെ എടുത്തു മോളെ? നിനക്ക് അവന്റെ എന്ത് കാര്യമാണ് ഇഷ്ടമായത്? അതൊന്ന് പറയുന്ന ഒരു കൗൺസിലർ ഒന്ന് നല്ലോണം അമർത്തി ചോദിക്കുമ്പോ അത് പറയാവുന്ന ഒരു പ്രതലം ഒരുക്കപ്പെട്ടാൽ കുട്ടികൾ പറയുന്ന ഉത്തരം അത്. അപ്പൊ അവന്റെ ഒച്ച കേട്ടിട്ടല്ല, അവന്റെ മധുരമുള്ള സംസാരം കേട്ടിട്ടല്ല. ജീവിതത്തിൽ ഇങ്ങനത്തെ ഘട്ടങ്ങൾ വരുമ്പോഴേ കൂടെ നിൽക്കുന്ന ഒരാളാകണം. തന്നെ ഇണയായി സ്വീകരിക്കുകയും മറ്റൊരുത്തിയെ എന്താ പറയാ ആവശ്യങ്ങൾ നിർവഹിക്കുന്ന ഒരാളായി സ്വീകരിക്കുകയും ചെയ്യുന്ന ദുരന്തങ്ങൾ ഉണ്ടാകുമെന്ന ബോധ്യവും ഓർമ്മയും നമ്മുടെ മക്കൾക്ക് കൊടുക്കണം. മനസ്സിലായില്ലേ? പക്ഷേ ഇങ്ങനെയൊന്നും ബോധവും ഓർമ്മയും കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കുടുംബങ്ങളിൽ പലപ്പോഴും ഉണ്ടാകുക. ഞാനൊരു 5 പോയിന്റ് എനിക്ക് അനുവദിച്ച സമയത്തിന്റെ ഉള്ളിൽ പറഞ്ഞ എന്റെ സംസാരം അവസാനിപ്പിക്കണം എന്നാണ് വിചാരിക്കുന്നത്. എന്താ, പലപ്പോഴും കുടുംബങ്ങൾക്കുള്ളിൽ ദഹിക്കാതെ കിടക്കുന്ന കുറച്ച് വിഷയങ്ങളുണ്ട്. അങ്ങനത്തെ ഒരു 5 പോയിന്റ് ഞാൻ എടുക്കാം. സമയത്തിന്റെ ഉള്ളിൽ തീർന്നത് നമുക്ക് പറയാം, പിന്നെ അല്ലാത്തത് മറ്റുള്ള സന്ദർഭങ്ങളിലാകാം. ഒന്നെന്താ അറിയോ? ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്വരച്ചേർച്ച ഇല്ലായ്മ. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്വരച്ചേർച്ച ഇല്ലായ്മ എന്ന് പറഞ്ഞാൽ അത് രണ്ടാളും 2 വീട്ടിൽ താമസിക്കുന്നത് മുതൽക്ക്, രണ്ടാളും 2 റൂമിൽ, ഒരേ വീട്ടിലെ 2 റൂമിൽ താമസിക്കുന്നത് മുതൽക്ക്, രണ്ടാളും ഒരേ ബെഡിൽ 2 ഭാഗത്തേക്ക് ചെരിഞ്ഞു കിടക്കുന്നത് വരെ നീണ്ടു നിൽക്കുന്ന അകൽച്ചകൾ ഇതിലൊക്കെ ഉണ്ടാകും. അല്ലെങ്കിൽ ആഴ്ചയിൽ 2 ദിവസം തെറ്റിയ 3 ദിവസം മിണ്ടൂല, 3 ദിവസം മിണ്ടിയ 2 ദിവസം തെറ്റും. ഇങ്ങനത്തെ അവസ്ഥയൊക്കെ ഉണ്ടാകും. ഇതൊക്കെ സ്വരച്ചേർച്ച ഇല്ലായ്മയിൽപ്പെട്ടത് തന്നെയാണ്. അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. എന്താ? പൂർണ്ണത യഥാർത്ഥത്തിൽ ഭൂമിയിൽ ഒരാൾക്കും ഉണ്ടാവില്ല. പരിപൂർണത ഭൂമിയിൽ ഒരാൾക്കും ഉണ്ടാകൂല. പരിപൂർണത കിട്ടുക വലക്കും ഫീഹാ മാ തസ്തഹി അൻഫുസുകും വലക്കും ഫീഹാ മാ തദ്ഊൻ. നിശ്ചയമായും പൂർണ്ണത എവിടുന്നേ കിട്ടുള്ളൂ? പരലോകത്തുനിന്നേ കിട്ടുള്ളൂ. അത് ഉള്ളിലേക്കാണ്ട് എടുത്തു വെച്ച ഭർത്താവിനെ കുറിച്ചുള്ള പരാതിയും ഭാര്യനെ കുറിച്ചുള്ള പരാതിയൊക്കെ ഒരു 98% ക്ലിയറായി. 98% ക്ലിയറായി. മൂപ്പര് ഭയങ്കര ചാടി കുരച്ച് സംസാരിക്കുന്ന ഒരാളാണ്. അത് മൂപ്പർക്കുള്ള ഒരു അപൂർണതയാണ്. അത് മൂപ്പര ഈമാനിന്റെ കുഴപ്പമാണ്. അത് മൂപ്പർക്ക് കിട്ടേണ്ട തെർബിയത്തിന്റെ മേഖലയാണ്. അവള് ഒരു ഉഷാറില്ല അല്ലേ? നമുക്ക് കിട്ടിയതിൽ തൃപ്തിപ്പെടാൻ പറ്റുക എന്നുള്ളത് വലിയൊരു സംഭവമാണ്. യാ ഇബാദി തഫറഗ് ലിഇബാദതി, എന്റെ അടിമകളെ, നിങ്ങൾ എന്റെ ഇബാദത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ സമയം കണ്ടെത്തൂ എങ്കിൽ എന്താ, അംല സദറക ഗിനൻ, നിങ്ങളുടെ ഹൃദയത്തിൽ ഞാൻ ഐശ്വര്യം ഇട്ടേരുന്നാണ്. നമ്മളെ ഭാര്യനെ നമുക്ക് ഇങ്ങനെ നോക്കുമ്പോ എന്താ പോള കോലം, ഭർത്താവിനെ ഇങ്ങനെ നോക്കുമ്പോഴേ എന്താ പോള കോലം എന്ന് ചിന്തിക്കേണ്ട ഒരു അവസ്ഥ അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നേരെ മറിച്ച് നമുക്ക് നമ്മളെ ഭാര്യനെ നോക്കുമ്പോ മനസ്സിനൊരു കുളിർമ. കുറച്ച് പറയാൻ നമുക്ക് ഒരു എല്ലാ കുട്ടികളും മുതിർന്നവരും ഒക്കെ ഉള്ള ഒരു സദസ്സ് എന്നുള്ള നിലക്ക് കുറെ പരിമിതി ഉണ്ട്. ഇല്ലെങ്കിൽ കുറച്ചും കൂടി ഓപ്പണായി ആ വിഷയം പറയായിരുന്നു. അവളെ മുഖം കാണുമ്പോ, അവളെ കണ്ണ് കാണുമ്പോ, ഭർത്താവിന്റെ നീണ്ട താടിയുള്ള ആ ഈമാനുള്ള മുഖം കാണുമ്പോൾ മനസ്സിലൊരു തൃപ്തി. അൽഹംദുലില്ലാ, ഇങ്ങനത്തെ ഒരാളെയാണല്ലോ എനിക്ക് കിട്ടിയത്. ഒരു കള്ളുടിയനല്ലല്ലോ കിട്ടിയത്, എനിക്ക് കിട്ടിയത്, ഒരു പലിശക്കാരനെ അല്ലല്ലോ എനിക്ക് കിട്ടിയത്, നല്ലൊരു മനുഷ്യനെ എനിക്ക് കിട്ടിയല്ലോ. ഇങ്ങനെ ചിന്തിക്കാൻ പറ്റുക എന്നുള്ളത് പടച്ചോൻ ഹൃദയത്തിൽ ഇട്ട് തരേണ്ട ഒരു കാര്യമാണ് സുഹൃത്തുക്കളെ. അതിന് നമ്മള് സ്വരച്ചേർച്ചയുള്ള കുടുംബ സംവിധാനത്തിന് വേണ്ട അടിസ്ഥാനങ്ങളിൽപ്പെട്ട ഒന്നാണ് എന്തറിയോ? ഇബാദത്തും ദഅവത്തുമുള്ള വീട് എന്നത്.
ഇബാദത്തും ദഅവത്തും ഉള്ള വീട് എന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് പടച്ചോന്റെ ഓഫറാണ്. എന്റെ അടിമകളെ, നിങ്ങൾ എനിക്ക് ഇബാദത്ത് എടുക്കാൻ, എനിക്ക് അമലെടുക്കാൻ, എനിക്ക് ദഅവത്ത് എടുക്കാൻ നിങ്ങൾ സമയം ഉണ്ടാക്കൂന്നാണ്. സമയം ഉണ്ടാകുമ്പോ ചെയ്യൂന്നല്ല, നിങ്ങൾ സമയം ഉണ്ടാക്കൂ, എങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൽ ഐശ്വര്യം ഇട്ടുതരും. പിന്നെ നിങ്ങൾക്ക് എന്താ പറയാ, പിന്നെ ആശ്വാസങ്ങൾ തരും. നിങ്ങളുടെ റിസ്കിൽ ഞാൻ ഇടപെടും. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊന്ന്, വിട്ടുവീഴ്ച ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വിട്ടുവീഴ്ച ആകെ ചെയ്യേണ്ടത് ആരാ? ഭാര്യയാണെന്നാണ് ചില ആൾക്കാരുടെ ഒരു വിചാരം. പെണ്ണുങ്ങൾ പറഞ്ഞ വിട്ടുവീഴ്ച ചെയ്യാനുള്ളവരും നമ്മളെന്ന് പറഞ്ഞ ഒരു എസ്ഐന്റെ ഭാഷയിൽ ഇങ്ങനെ ഡയലോഗ് അടിക്കാനുള്ള ആൾക്കാരുമാണെന്നാണ് പലപ്പോഴും കുടുംബ സംവിധാനങ്ങളിലേക്ക് നോക്കുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഉണ്ടാകുക. ഒരു പെണ്ണങ്ങനെ അനുഭവിച്ച് ജീവിക്കുന്നുണ്ടാവും. ഒരു പെണ്ണങ്ങനെ അനുഭവിച്ച് ജീവിക്കുന്നുണ്ടാവും. കാരണം എന്താ അറിയോ? വീട്ടിക്ക് പോയാൽ താഴെ 2 പെൺകുട്ടികളുണ്ട്, താഴെ 2 അനിയത്തിമാരുണ്ട്. അവരെ ഭാവി എന്താകും? വാപ്പയാണെങ്കിൽ ഒരു തവണ സർജറി കഴിഞ്ഞ ഹൃദയം കൊണ്ട് നടക്കാണ്. ഞാൻ ഇവിടുന്ന് പിണങ്ങി ചെന്ന എന്താകും സ്ഥിതി? ആയിരക്കണക്കിന് കുടുംബങ്ങളിൽ ചില പെൺകുട്ടികൾ, ചില സ്ത്രീകൾ, ചില മധ്യവയസ്കരായ സ്ത്രീകളൊക്കെ താമസിക്കുന്നതിന്റെ ഒറ്റ കാരണം തിരിച്ചു പോകാൻ ഇടമില്ലാത്തത് മാത്രമാണ്. പ്രിയപ്പെട്ടവരെ, ഗൗരവത്തിൽ ആലോചിക്കണം നമ്മളിത്. തിരിച്ചു പോകാൻ ഇടമില്ലാത്തത് മാത്രമാണ്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട് ഈ സമൂഹത്തിന്റെ ഹൃദയത്തിലേക്കുള്ള ഒരു എന്താ പറയാ, എല്ലാം കാണാനുള്ള ഒരു വലിയൊരു ഒരു ക്യാമറയാണത് എന്ന് എനിക്ക് തോന്നാറുണ്ട്. ഒരു ടെലസ്കോപ്പാണ് എന്ന് തോന്നാറുണ്ട്. എന്താ, സ്ത്രീകൾ അങ്ങനെ എഴുതും, പുരുഷന്മാരെഴുതും, സ്ത്രീകൾ എഴുതും, എല്ലാവരും എഴുതും അവരുടെ സങ്കടങ്ങളും വിഷമങ്ങളും യാതൊരു മടിയുമില്ലാതെ. ഇത് മറ്റാരും അങ്ങനെ വ്യാപകമായി അറിയുകയില്ല എന്ന വിശ്വാസത്തോടു കൂടെ അവിടെ നമ്മൾ കാണുന്നൊരു കാര്യമാണ്, ഓരോ ആണും ഓരോ പെണ്ണും പരസ്പരം ചർച്ചയ്ക്ക് തയ്യാറാകണം. എന്നെ സഹിക്കാത്ത വല്ലതും നിനക്കുണ്ടോന്ന് ഭർത്താവ് ഭാര്യനോട് ചോദിക്കണം. എടി, എന്നെ ഒരിക്കലും സഹിക്കാത്ത, എന്നെ നിങ്ങനെ സഹിച്ച് എടങ്ങാറായി ജീവിക്കണ വല്ല കാര്യം എനക്കുണ്ടോ? ഉണ്ടെങ്കിൽ പറയണം. തിരിച്ച് ഭാര്യയും ചോദിക്കണം, നിങ്ങൾ എന്നെ കൊണ്ട് കുടുങ്ങിയ എന്തെങ്കിലും കാര്യമുണ്ടോ? ഇങ്ങനത്തെ ഒരു ചർച്ച നമ്മുടെ റൂമിൽ ഉണ്ടാകണം, നമ്മുടെ ബെഡ്റൂമിൽ ഉണ്ടാകണം. നോക്കൂ, നിങ്ങൾ വഅഫു വസ്ഫഹു, നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യൂ, നിങ്ങൾ വിശാലത കാണിക്കൂ. അലാ തുഹിബ്ബൂന അയ്യഗ്ഫിറല്ലാഹു ലക്കും, അല്ലാഹ് നിങ്ങൾക്ക് പുറത്തു തരണം നിങ്ങൾ ആഗ്രഹിക്കണില്ലേ എന്നാണ്. അല്ലാഹ് നിങ്ങൾക്ക് പുറത്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കണില്ലേ എന്ന് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി നമ്മളോട് ചോദിക്കുന്നുണ്ട്, അല്ലേ? പിന്നെന്താ പ്രശ്നം? വിട്ടുവീഴ്ച ചെയ്യാൻ പലപ്പോഴും റെഡിയല്ല. എല്ലാതും പരസ്പരം തെറ്റിയതും പറഞ്ഞതൊക്കെ മനസ്സിലങ്ങനെ കൊണ്ടെടുക്കാണ്, പകയാക്കിയിട്ട് അങ്ങനെ കൊണ്ടെടുക്കാണ്, വിദ്വേഷാക്കിയിട്ട് കൊണ്ടെടുക്കാണ്. പ്രവാചക തിരുമേനിയുടെ സദസ്സിൽ ക്ലാസ് എടുക്കുമ്പോ പറഞ്ഞു, ഒരാൾ ഇപ്പൊ അവിടെ വരും, അയാൾ സ്വർഗത്തിലാണ്. അയാൾ വന്നു, അവിടെ ഇരുന്നു, ക്ലാസ് കഴിഞ്ഞു പോയി. അടുത്ത ദിവസം വീണ്ടും ആവർത്തിച്ചു, ഒരാൾ ഇപ്പൊ ഇവിടെ വരും, അയാൾ സ്വർഗത്തിലാണ്. അതേ ആൾ തന്നെ വന്നു. 3 ദിവസം കഴിഞ്ഞപ്പോ അംബർബനാസി എന്ത് ചെയ്തു അറിയോ? ഇയാളുടെ വീട്ടിലേക്ക് പോയി. അദ്ദേഹത്തിന്റെ കൂട്ടുകാരനാണ്. 3 ദിവസം ആ വീട്ടിൽ താമസിച്ചു, രാവും പകലും അദ്ദേഹത്തിന്റെ കൂടെ കഴിച്ചുകൂട്ടി. 3-ാം ദിവസം പോകാനിരിക്കുമ്പോ ചോദിച്ചു അംബർബനാസി, എന്താ നിങ്ങൾ സ്വർഗത്തിലാണെന്ന് പ്രവാചകൻ പറഞ്ഞു, ഞാൻ അതിന്റെ കാരണം തേടി വന്നതാണ്, പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഞാൻ കണ്ടില്ല. അദ്ദേഹം പറഞ്ഞു, നിങ്ങളൊന്നും ചെയ്യുന്നതിലേറെ വലിയൊരു അമലൊന്നും ഞാനും ചെയ്യാറില്ല, പക്ഷേ ഒരു വ്യത്യാസമുണ്ട്, ഒരു രാവും ഒരു പകലും എനിക്ക് കഴിഞ്ഞു പോകാറില്ല. ആ രാവിലോ പകലിലോ ഒരാളോടും ഞാൻ മനസ്സിൽ പകയോ വിദ്വേഷമോ വെക്കാറില്ല. ഇവിടെ പറഞ്ഞത് വയറ്റത്ത് കത്തി കയറ്റണ ജാതി വിരോധമൊന്നുമല്ല, അതിർത്തിന്റെ പേരിൽ തർക്കിച്ചിട്ട് കഴുത്തിന് കയറി പിടിച്ചതിനെ കുറിച്ചൊന്നുമല്ല. നമ്മളെ ഭാര്യനോട്, നമുക്ക് അനിയനോട്, ഉപ്പയോട്, ഉമ്മയോട്, അയൽക്കാരനോട്, സംഘടനയിലെ സഹപ്രവർത്തകനോട് മനസ്സിൽ ഇങ്ങനെ ഒരു വിമ്മിഷ്ടം, ഒരു വിരോധം, അല്ലെ? അവനോട് ഇങ്ങനെ ഒരു കലിപ്പ്, എങ്ങനെയാണ് അത് പറയേണ്ടത് എനിക്കറിയില്ല. അത് ഇല്ലാത്തൊരു മാനസികാവസ്ഥ സുഹൃത്തുക്കളെ നമ്മൾ യഥാർത്ഥത്തിൽ ഉണ്ടാക്കേണ്ടതാണ്. ഇത് പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം എന്താ അറിയോ? രണ്ടാളുടെയും നിലപാടുകളുമായി ബന്ധപ്പെട്ടായിരിക്കും പലപ്പോഴും തർക്കം, ബഹളം. ഞാൻ പലപ്പോഴും ചില സ്റ്റേജുകളിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. ഒരു കുട്ടി നമുക്ക് മെസ്സേജ് അയച്ചു, +2 പഠിക്കുന്ന ഒരു കുട്ടി നമുക്ക് മെസ്സേജ് അയച്ചു, വാപ്പാനോടും ഉമ്മാനോടൊക്കെ ഒന്ന് സംസാരിക്കണം, ഇവിടെ +2 പരീക്ഷയാണ്, എനിക്ക് ഇവിടെ ഒരു സുഖമല്ല, പേരും കച്ചറിന് രണ്ടാളും, ഞങ്ങൾക്കിതൊന്നും ശീലല്ല, വാപ്പിയും ഇങ്ങനൊന്നും അല്ല, എന്റെ കല്യാണക്കാര്യത്തിലാണ് തർക്കം. എന്താണ് വിഷയം? അപ്പോ മോളെ കല്യാണം വരികയാണ്, മുകളിലേക്ക് പുതിയ എന്താ പറയാ, പുതിയ റൂം എടുക്കണം,
അവിടെ വാർക്കണം, റൂം ഉണ്ടാക്കണം, ഇതൊക്കെയാണ് ആവശ്യം. അപ്പൊ ഞാൻ അദ്ദേഹത്തെ വിളിച്ചിട്ട് ചോദിച്ചു, എന്താ വീട്ടിലൊക്കെ സുഖല്ലേ എന്ന് ചോദിച്ചു. ആ മൗലവി വളരെ സുഖാണെന്ന് പറഞ്ഞു. ശരിക്കും സുഖം തന്നെയല്ലേ ചോദിച്ചത്? അപ്പൊ പറഞ്ഞു, നിങ്ങളെ പെണ്ണുങ്ങളും തമ്മിൽ വളരെ സുഖത്തിലല്ലേ എന്ന് ചോദിച്ചു. എന്തേ, ഓളെന്തെങ്കിലും പറഞ്ഞോ ചോദിച്ചു. അല്ലല്ല, അവരൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. മോള് മെസ്സേജ് അയച്ചോന്ന് ചോദിച്ചു. ആന്ന് പറഞ്ഞു. അപ്പൊ എന്താ പറയുക, മുകളിലേക്ക് റൂം എടുക്കണം, മൂപ്പരടുത്ത് പൈസ ഇല്ല. മുകളിലേക്ക് റൂം എടുക്കണം, മൂപ്പരടുത്ത് പൈസ അല്ല. 2 റൂമുള്ളൂ, 3ാമത്തെ റൂം വേണം. മൂപ്പരടുത്ത് പൈസ അല്ല, പലിശക്ക് എടുക്കണം, അത് പറ്റൂല. അപ്പോ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അത് അവരെ ബോധ്യപ്പെടുത്തണല്ലോ. അതൊക്കെ ഞാൻ പറഞ്ഞ നോക്കൂ, ബോധ്യപ്പെടണില്ല എന്ന്. ഞാൻ പറഞ്ഞു, നിങ്ങളൊരു കോൺട്രാക്ടറെ വിളിക്കി, നിങ്ങൾക്ക് ഏറ്റവും അടുത്തറിയുന്ന ഒരു കോൺട്രാക്ടറെ വിളിച്ചിട്ട് ഒന്ന് പെരന്റെ മേലെ ഭാര്യനെയും കൊണ്ടൊന്ന് കയറിയിട്ട് മൂപ്പരോടൊരു അതിന് മൊത്തം ചെലവാണ് ഒരു സംഖ്യ പറഞ്ഞാൽ മതി, അപ്പൊ റെഡിയാവും എന്ന് പറഞ്ഞു. ആ കോൺട്രാക്ടർ വന്നു, ഇവരെ രണ്ടാളുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിൽ കയറിയിട്ട് ഇങ്ങനെ പറഞ്ഞു, അങ്ങനെ ഇങ്ങനെയൊക്കെയാണ്, അപ്പൊ ഇത്ര ഉണ്ട്, ഒരു 15 ലക്ഷം റുപ്യ ചെലവാക്കുള്ളൂ പറഞ്ഞു. അതിനിപ്പോ എന്താ അവിടുന്ന് പല ജാതി ഹൗസിംഗ് ലോണുകളും കിട്ടാണ്ടല്ലോ പറഞ്ഞു. അപ്പൊ ഈ താത്ത അങ്ങനെ ഇങ്ങോട്ട് പെരിയാറുണ്ട്, ഞമ്മക്ക് വേണ്ടായിരുന്നു. മനസ്സിലായില്ലേ? ഞമ്മക്ക് വേണ്ടാന്ന്, ഞമ്മക്ക് അങ്ങനെ റൂം വേണ്ട, ഉള്ള റൂം മതി, നമ്മളെ റൂം ഒഴിഞ്ഞു കൊടുക്കാം. നമ്മളെ മോൾക്ക്, മോളും ഭർത്താവും വരുമ്പോ നമ്മളെ 2 റൂം ഒഴിഞ്ഞു കൊടുക്കാം. അടിസ്ഥാനപരമായ സ്ത്രീ ദീനുള്ള ഒരാളാണ്. ഇങ്ങനെ പോയിന്റ്സ് കൺവിൻസ് ചെയ്യൂല. ഇപ്പൊ ഒരു വീട്ടില് ഇങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ ചെന്ന് ആ സിറ്റ് ഔട്ടിലെ ഫാൻ ഇട്ടപ്പോ ആ ഫാൻ ഇങ്ങനെ അടിക്കണം, ടക്ക 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 എന്ന് പറഞ്ഞാൽ ഫാൻ ഇങ്ങനെ അടിക്കുക. അപ്പൊ ഞാൻ ചോദിച്ചു, ഈ ഫാനല്ലേ ഇവിടുത്തെ ശൈത്താൻ വെച്ച്, ഇത് നേരാക്കി തരണം എന്ന് ആവശ്യപ്പെടാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? കുറെ കാലമായി. മൂപ്പരാണ് ഇലക്ട്രീഷ്യനാണ്, നാട്ടുകാർക്ക് ഫുള്ള് ഫാൻ വെച്ചെടുക്കല പരിപാടി. അതുപോലെ ഒരു 5 മിനിറ്റ് കൊണ്ട് അടിച്ചാൽ പിന്നീട് നിൽക്കും നടന്നു, കറങ്ങി ഒരു റൗണ്ടാണ് പൂർത്തിയായി നിൽക്കും. മൂപ്പരെ നേരാക്കി കൊടുത്തിട്ടില്ല. ഇങ്ങനെയുള്ള ചില അടിസ്ഥാന ആവശ്യം ഉണ്ടാകും വീട്ടിൽ, ഇതൊന്നും നമ്മൾ ചെയ്തു കൊടുക്കൂല. കക്കൂസിലെ ആ ബക്കറ്റ് പൊട്ടിയിട്ടുണ്ട്, വേണം. ഇത് എത്രാമത്തെ വട്ട ആന്നറിയോ? 10-25 വട്ട ആന്ന് പറഞ്ഞാണ് അല്ലേ? ഇഞ്ഞോ നമ്മളൊരു ബക്കറ്റ് വെച്ച് വന്നാലോ നേരെ പറയെന്താ, എന്തേപ്പ് വാങ്ങി, കുറച്ച് വലുത് വാങ്ങിക്കൂടേനോ? ഇനി വലുത് വാങ്ങിയ പറയും, ഈ വലിയ ബക്കറ്റൊക്കെ വാങ്ങിയിട്ട് കുട്ടികൾ ഞാൻ പോയി വീണ എന്താ ആകുക? ഇതൊന്നും നമ്മൾ പരസ്പരം ഇവിടുത്തെ അടിസ്ഥാന പ്രശ്നം എന്താ വെച്ചാൽ പരസ്പരം ബോധ്യപ്പെടുത്തലും അതേപോലെ തന്നെ പരസ്പരം ഓർമ്മപ്പെടുത്തലാണ്. ഇപ്പൊ സലീംകൊക്കെ സംഘടനാ ക്ലാസ് എടുക്കുമ്പോൾ സാധാരണ ഒരു പോയിന്റ് പറയും, ഒരാളിങ്ങനെ മീറ്റിംഗ് ഇങ്ങനെ തുടങ്ങിയതിന്റെ ശേഷം ഒരാൾ വൈകി വരികയാണെങ്കിൽ ആ വൈകി വരുന്ന ആൾ അവിടെ ഇരിക്കണ നേരത്ത് പറയണം, ഞാനിങ്ങനെ പോരുന്ന വൈക്ക് ബാലുശ്ശേരിയിൽ നല്ലൊരു ബ്ലോക്ക് കുടുങ്ങി, അവിടെ നമ്മളെ എന്നെ പാർട്ടിന്റെ ഒരു ജാഥ ഉണ്ടായിരുന്നു, അപ്പൊ ബാക്കിയുള്ളവർക്കൊക്കെ ആശ്വാസമായി, ഇവൻ ഉഴപ്പിയതല്ല അല്ലേ? ഇതെന്താ ഒരു ബോധ്യപ്പെടുത്തലാണ്. ഈ പരസ്പര ബോധ്യപ്പെടുത്തൽ പലപ്പോഴും ഉണ്ടാവില്ല. മൂപ്പരാണ് പോകുക, എങ്ങോട്ടേ പോയി അള്ളാഹു ആലം, ഞെപ്പള വരിക അതും അള്ളാഹു ആലം. ഒരു ധാരണ ഉണ്ടാവില്ല, എവിടേക്കാ പോയത്, എവിടുന്നാ വരുന്നത്, എന്താ സംഗതി. ഇങ്ങനത്തെ പല കാരണങ്ങൾ കൊണ്ടുമാണ് പലപ്പോഴും സുഹൃത്തുക്കളെ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവാറുള്ളത് എന്നുള്ളത് ഒരു സത്യമാണ്. പ്രവാചകൻ പഠിപ്പിച്ച 2ാമത്തെ ഒരു അടിത്തറുണ്ട്. ആ അടിത്തറ ഉൾക്കൊണ്ട ഒന്ന്, പൂർണ്ണത പരലോകത്തുനിന്നേ കിട്ടുള്ളൂ, സ്വർഗത്തുനിന്നേ കിട്ടുള്ളൂ എന്നുള്ളത് പോലെ തന്നെ 2ാമത്തെ ഒരു കാര്യമാണ് പ്രവാചകൻ പറയാണ്, ഇൻ കരിഹ മിൻഹ ഖുൽഖൻ റളിയ മിൻഹ ആഖർ. നീ അവളിൽ ഒരു മോശം സ്വഭാവം കണ്ടിട്ടുണ്ടെങ്കിൽ, നിനക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യം കണ്ടിട്ടുണ്ടെങ്കിൽ, അവളിൽ നിനക്ക് ഇഷ്ടമുള്ള കുറെ കാര്യം ഉണ്ടല്ലോ, അതുകൊണ്ട് നീ തൃപ്തിപ്പെടണം. പെണ്ണാണ്, പെണ്ണിന്റെ എല്ല് അങ്ങനെ വളക്കാൻ പോണ്ടെന്നാണ്. അപ്പോ ചിലപ്പോ സഹോദരിമാരിങ്ങനെ വിചാരിക്കണ്ടാവും, നമ്മളെല്ലാം അങ്ങനത്തെ എല്ലാണ്, വല്ലാതെ വളക്കാൻ വരണ്ടാന്ന് അല്ലേ? അത് ആ വളവ് നിർത്തേണ്ടത് എങ്ങനെയെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ആ രീതിയിലാണ് നിർത്തിയാൽ മതി, കുഴപ്പമില്ല, അപ്പൊ പൊട്ടൂല. അപ്പൊ ഇത് നമ്മൾ സ്ഥിരം തർക്കിക്കണേയും ബഹളം ഉണ്ടാക്കണേയും പോയിന്റ് മിക്ക കുടുംബങ്ങളിൽ ഒന്നെ ആയിരിക്കും. സ്ഥിരം കുറച്ച് സാധനങ്ങളായിരിക്കും, സാധനം വാങ്ങുക, ഒരു സ്ഥലത്തേക്ക് പോവുക, വരിക, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളിലായിരിക്കും തർക്കങ്ങൾ ഉണ്ടാകുക. അപ്പൊ 2 ആളും, ഭാര്യയും ഭർത്താവും, ഭർത്താവിന്റെയും ഭാര്യയുടെയും ഇത്തരം കാര്യങ്ങളിൽ ഒരു ശ്രദ്ധ ആവശ്യമാണ്. പിന്നുള്ളൊരു പ്രശ്നം എന്താ അറിയോ? പിന്നുള്ളൊരു പ്രശ്നം കുടുംബജീവിതത്തിന്റെ ഒരു 70% എന്ന് പറയുന്നത് ബെഡ്റൂമുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഈ കാര്യങ്ങളിൽ ഒന്നും ശ്രദ്ധിക്കൂല. ഈ മവദ്ദത്ത് റഹ്മത്ത് എന്ന് പറയുന്ന 2 സാധനം ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് പടച്ചോൻ ഇട്ടേണ്ടതാണ്. മവദ്ദത്തും റഹ്മത്തും, സ്നേഹവും കാരുണ്യവും പടച്ചോൻ ഇട്ടേണ്ടതാണ്. അതിവിടെ എല്ലാവർക്കും ഒരേപോലെ അല്ല കിട്ടുക. നല്ല 1-ാം തരം 5 സ്റ്റാർ ഹോട്ടലിൽ ഹണിമൂൺ ആഘോഷിക്കുന്ന, ആദ്യ രാത്രി ആഘോഷിക്കുന്ന സമ്പന്നരായ 2 ദമ്പതിമാർക്ക് കിട്ടാത്ത കുടുംബ ജീവിതത്തിലെ സന്തോഷം, ശാരീരിക ജീവിതത്തിലെ സന്തോഷം, ലൈംഗിക ജീവിതത്തിലെ തൃപ്തി ഇതുപോലത്തെ നിലത്ത്
ഒരു 4 ടാർപോളിന്റെ ഒരു ഷീറ്റ് ഇങ്ങനെ വലിച്ചു കെട്ടിയ ഒരു ചെറിയ ഒരു കുടിലിൽ ഇതുപോലത്തെ നിലത്ത് ചെത്തിത്തേക്കാത്ത നിലത്ത് കീറിയ പുൽപ്പായയിൽ കിടന്നുറങ്ങുന്നവർക്ക് കിട്ടും എന്നതാണ് സത്യം. കാരണം അത് പടച്ചോൻ തരേണ്ടതാണ്. അതിന് അനുകൂലമായി ആത്മീയമായും ഭൗതികമായും നമ്മൾ ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട്. രണ്ടാളും അവരവരുടെ ബാധ്യതയെക്കുറിച്ച് നന്നായി ബോധ്യപ്പെടലും മനസ്സിലാക്കലാണ് ആദ്യത്തൊരു കാര്യം. അതിൽപ്പെട്ടതാണ് ഇതൊക്കെ. രണ്ടാമത്തെ ഒരു കാര്യം, നമ്മളായി ചെയ്യേണ്ട കുറെ മേഖല ഉണ്ട് അല്ലെ. ശരിക്കും പറഞ്ഞാല് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇരുന്നിങ്ങനെ സംസാരിച്ചപ്പോ ആരിസ് മൗലവി കയറ്റിയിരുന്നിങ്ങനെ സംസാരിച്ചപ്പോ മൗലവി പറഞ്ഞു, ശരിക്ക് കുടുംബജീവിതത്തിന്റെ വിരിക്കപ്പുറത്തുള്ള കാര്യങ്ങൾ വളരെ ഓപ്പണായി സമൂഹത്തോട് പറയേണ്ട വിധമുള്ള പ്രതിസന്ധി ഈ സമൂഹം അനുഭവിക്കുന്നുണ്ട്. ഭാര്യാഭർത്തൃ ബന്ധം എന്ന് പറയുന്നത് അത് ഒരിക്കലും അപ്പുറത്തെ തോട്ടത്തിൽ കെട്ടിയ ഒരു 2 മൃഗങ്ങൾ തമ്മിലുള്ളത് പോലത്തെ ഒരു കാര്യമല്ല. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊക്കെ പഠിപ്പിച്ചു? നീ കോഴിയെ പോലെ ആകരുത് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. അത്രയ്ക്ക് എനിക്ക് പറയാൻ പറ്റുള്ളൂ ഉടനെ അല്ലേ. പിന്നെ നീ അവളെ നിന്റെ എന്താ പറയാ ചുംബനങ്ങൾ കൊണ്ട് അവളെ പൂർണ്ണമായ തൃപ്തിയിലേക്ക് എത്തിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. പ്രവാചകൻ പഠിപ്പിച്ച ലൈംഗിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് അത്തരം കാര്യങ്ങൾ മാത്രം പഠിച്ചിട്ട് ഇതൊരിക്കലും ഒരു മനുഷ്യന് പറയാൻ പറ്റുന്ന കാര്യമല്ല. ജീവശാസ്ത്രത്തിന്റെ ബയോളജിയുടെ പൂർണ്ണമായ തലങ്ങളെ അപഗ്രഥിച്ചു പഠിച്ചൊരു ശാസ്ത്രകാരന് പോലും പറയാൻ കഴിയാത്ത കാര്യം പ്രവാചക തിരുമേനി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ അതിന്റെ അടിസ്ഥാനത്തിൽ ഇസ്ലാം സ്വീകരിച്ച വ്യക്തിത്വങ്ങളെ ലോകത്ത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മളെ ബെഡ്റൂമിലെ വിരി നമ്മള് മാറ്റൂല, അതൊരു ആഴ്ച അതന്നെ കിടക്കുക. നമ്മളെ ബെഡ്റൂമിൽ നമ്മളെ കൂടെ ആരുണ്ടാകും? 8 കാലുണ്ടാകും. 8 കാലുണ്ടാകുമ്പോ അതിനെ പിടിക്കാൻ വരുന്ന പല്ലുണ്ടാകും. പല്ലുണ്ടാകുമ്പോ പല്ലിനെ പിടിക്കാൻ വരുന്ന അരണുണ്ടാകും. അരണനെ പിടിക്കാൻ വരുന്ന പാമ്പിന് കയറാൻ പറ്റുമെങ്കിൽ മൂപ്പരും കയറും അല്ലെ. നമ്മൾ മാത്രമല്ല ബെഡ്റൂമിൽ ഉണ്ടാകുക. അത് ശരീരത്തിന് ഇപ്പോ റസൂലുള്ളാഹി പഠിപ്പിച്ചു, എനിക്കേറ്റവും പ്രിയപ്പെട്ടതാക്കി തന്നത് എന്റെ ഭാര്യമാരെയും അതുപോലെ തന്നെ സുഗന്ധവുമാണെന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചു. എന്റെ ഭാര്യമാരാണ് ഭൂമിയിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. നമുക്ക് കുഴിമന്തിയ, നമുക്ക് കബ്സയാണ്. കബ്സയും കുഴിമന്തിയൊക്കെ ഇങ്ങനെ ഭയങ്കര ഹരത്തില് വെള്ളമിറക്കി ഇങ്ങനെ കഴിക്കാണ്. ഇതിലേറെ ആവേശത്തിൽ കുടുംബജീവിതം മുന്നോട്ട് പോകേണ്ടതാണ് ശരിക്ക്. അവിടെ എന്താ അതിങ്ങനെ ഒരു സംഭവമായിട്ടാണ് പോകലാണ് അല്ലേ. നമ്മള് നഖം വെട്ടേണ്ട സമയത്ത് നഖം വെട്ടൂല, ശരീരം ക്ലീൻ ആക്കേണ്ട കാര്യങ്ങൾ ക്ലീൻ ആക്കൂല. ആ വിയർത്ത് നാറിയ ശരീരമായിട്ട് വൈകിയെത്തി ബെഡ്റൂമിൽ പോയി മലർന്നടിച്ച് വീഴുന്ന കാത്തിരിക്കുന്ന ഇണയെ ഒന്ന് കൺവിൻസ് ചെയ്യുക പോലും ചെയ്യാത്ത സാഹചര്യങ്ങളായിരിക്കും പലപ്പോഴും ഉണ്ടാകുക. മാത്രല്ല പിണങ്ങിയാൽ ഇങ്ങനത്തെ മേഖലയിലെ ചില ആൾക്കാർ പിണങ്ങുക. അങ്ങനത്തെ ആൾക്കാർ കേട്ടോളിൻ. ഒരാൾ തന്റെ ഭാര്യയെ ബെഡ്റൂമിലേക്ക് വിളിച്ചു. അപ്പോഴോ ഫലം അവൾ അദ്ദേഹത്തിന്റെ ആവശ്യം നിർവഹിക്കുന്ന വിധം അവൾ വന്നില്ലെങ്കിൽ ആ മനുഷ്യൻ അവളോട് ദേഷ്യപ്പെട്ട രാത്രി ഉറങ്ങിപ്പോയാൽ ലഅനത്തുഹൽ മലായിക ഹത്താ തുസ്ബിഹ, പ്രഭാതം വരെ മലക്കുകൾ ശപിച്ചുകൊണ്ടിരിക്കും എന്നാണ്. ചെറിയ കാര്യം നല്ലത്. അയാൾക്ക് ഇവിടെ മാത്രമേ ഈ ആവശ്യം നിർവഹിക്കാൻ പറ്റുള്ളൂ. പലപ്പോഴും പോൺ സൈറ്റുകളിലേക്ക് പോവാണ്, അവിഹിത ബന്ധങ്ങളിലേക്ക് പോവാണ്. ആരാ അവിഹിത ബന്ധങ്ങളിലേക്ക് പോണത്? തഹജ്ജുദ് നിസ്കരിക്കണോര്, ദീനീ രംഗത്ത് ശക്തമായി സജീവമായി ഇടപെടണോര്. എന്താ കാര്യം? നേരത്തെ ഞാൻ പറഞ്ഞതാ കാര്യം. വിശന്നാൽ ഭക്ഷണം കിട്ടണോടത്തുനിന്ന് കഴിക്കും. പുറത്തേക്ക് ഇറങ്ങുന്നു. തെറ്റിലേക്ക് പ്രേരിപ്പിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്, പോസ്റ്ററുകളുണ്ട്, സോഷ്യൽ മീഡിയ ഉണ്ട്, കാഴ്ചകളുണ്ട്. മനുഷ്യ ശരീരത്തിന്റെ ഹോർമോൺ പ്രൊഡക്ഷനെ ശക്തിപ്പെടുത്തുന്ന പലതുമുണ്ട്. ഇതിനിടയിൽ അയാൾക്ക് മുന്നോട്ട് പോകാൻ കഴിയാതെ വരുമ്പോ മനസ്സ് പതറിപ്പോകും. അവിടെ വിരുന്നൊരുക്കേണ്ടത് പെണ്ണാണ്. എന്റെ വാക്ക് നിങ്ങൾ അടിവരടുക. എല്ലാവരും കൂടിക്കുഴഞ്ഞൊരു സദസ്സിൽ പറയാവുന്നതിന്റെ ഏറ്റവും അവസാനത്തിലേക്ക് എത്തുന്നതിന്റെ മുമ്പുള്ള ഒരു തലത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത്. വിരുന്നൊരുക്കേണ്ടത് പെണ്ണാണ്. ഇത് ആഘോഷിക്കാനുള്ളതാണ്. കുടുംബജീവിതം ആഘോഷിക്കാനുള്ളതാണ് അല്ലെ. അണിഞ്ഞൊരുങ്ങി കാത്തുനിന്ന് രണ്ടാളും പരസ്പരം സഹകരിച്ച് നീങ്ങുന്നിടത്ത് ഒരിക്കലും കലഹമില്ലാത്ത ഒരു കുടുംബം ഉണ്ടാകും. പിന്നെ ഉള്ള എന്താ അറിയോ? പിന്നെ ഈ വിഷയത്തിൽ പലപ്പോഴും ഉള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് എന്താണ്? ഒരിക്കലും പരസ്പരം ചർച്ചയും ചോദ്യമൊന്നും ഉണ്ടാവില്ല. ഒരു ഫീഡ്ബാക്ക് എടുക്കാന്നൊക്കെ പറയും. സ്വന്തം ജീവിതത്തെ കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്ത് ഷൂറ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം പലപ്പോഴും ഉണ്ടാവില്ല. അതാണ് പല ആളുകളെ സംബന്ധിച്ചിടത്തോളം. പിന്നെ പരിഗണന പലപ്പോഴും ഉണ്ടാവില്ല. ഭാര്യ ഇങ്ങനെ ഞൊഞ്ഞിങ്ങനെ നടക്കണില്ലേ,
3 ദിവസമായി കാണാൻ തുടങ്ങിയിട്ട് ഇന്ന് വരെ ചോദിച്ചിട്ടില്ല. എന്തേ പിള്ളേ എനക്ക് എന്തിത്തെ പറ്റി ചോദിച്ചിട്ടില്ല അല്ലേ? ചോദിച്ചിട്ടില്ല. ഇനി ചില ആളുകളൊക്കെ ചോദിക്കും, അജ് മഞ്ഞളാക്കാൻ പോയിക്കോച്ച് ഇജ് വിറക് കൊത്തിക്കോ. അപ്പൊ വിറക് മൂപ്പര് കൊണ്ടുവന്ന് ഇട്ടുകൊടുത്തിട്ടുണ്ടോ? ഇല്ല. ഇജിങ്ങനെ നടന്നോ, ഒന്നുകൂടി ആശ്വാസം ഉണ്ടാകുമ്പോഴത്തിന് ഇതേ കാര്യങ്ങൾ ഇങ്ങനെ ഒന്ന് പറഞ്ഞോക്ക്. ഒരു ചെറിയ ആശ്വാസം വരുമ്പോഴത്തിന് നീ വെട്ടത്തി എടുത്തിട്ട് റബ്ബർ തോട്ടത്തേക്ക് ഇറങ്ങും. പിന്നെ എങ്ങനെ നിനക്ക് അസുഖം വരാതിരിക്കുക? ഒരു വാക്ക് പറഞ്ഞാൽ ഞാൻ ചെയ്തരൂലേ? ഇങ്ങനെ ഇത് ചോദിക്കാലോ അല്ലേ? പലപ്പോഴും പറയാൻ തോന്നുന്ന ഒരു ഉദാഹരണം എന്താ വെച്ചാൽ, ഭാര്യന്റെ രോഗം 2-3 രീതിയിൽ കൈകാര്യം ചെയ്യുന്നവരുണ്ടാകും. എന്താപ്പത് എന്റെ അപ്പാക്കും എന്റെ അപ്പാന്റെ അപ്പാക്കും ഒക്കെ അങ്ങനെ ഉണ്ടായിരുന്നു എന്നാ അപ്പൊ കേട്ട്. ഈ തലവേദന എന്റെ അമ്മാക്കുള്ള തന്നെയാണ്. ഇതിപ്പോ അങ്ങനെ നമ്മളെയും കൊണ്ടേ പോവുള്ളൂ. ഞാനിപ്പോ ഒരുപാട് ചെലവാക്കി, ഇനിയിപ്പോ എന്താ ചെയ്യാ? നോർമലി മുപ്പര് പറഞ്ഞിടും. ചികിത്സിക്കാൻ പിശുക്കുന്ന, സ്വന്തം ഭാര്യയുടെ ചികിത്സാ കാര്യത്തിൽ പണമിറക്കാത്ത ഭർത്താക്കന്മാർ മലയാളത്തിൽ ജുമാ ഖുതുബ കേൾക്കണേ പള്ളികളിൽ വരുന്നവർക്കിടയിലുണ്ട് എന്ന മഹാ അത്ഭുതം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. സ്വന്തം ചിലപ്പോ എന്താ അറിയോ, ചില വയസ്സായ സ്ത്രീകൾക്കും ഒക്കെ ഉണ്ടാവും, വല്യമാർക്കൊക്കെ ഉണ്ടാവും, ഓൽക്ക് ഇങ്ങനെ മരുന്ന് വേണ്ടി വരും. ഇടക്കിടക്ക് മരുന്ന് വേണ്ടി വരും. നമ്മളെന്താ ചെയ്യാ? മരുന്ന് കുടിക്കണത് ഭയങ്കര പ്രശ്നമാണ്. അത് അലോപ്പതിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഹോമിയോപ്പതിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇത് പറഞ്ഞിട്ട് ഒന്നുമില്ല, ഒരു ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകുക. കയറിനതിന്റെ മുമ്പ് പറയാം, ഡോക്ടറെ ഉമ്മാക്ക് ഇങ്ങനെയൊക്കെയാണ്, വേറെ പ്രശ്നം ഉണ്ടായിട്ടൊന്നല്ല, നിങ്ങൾ ആ നിലക്കുള്ള എന്തെങ്കിലും ഒരു മരുന്ന് എഴുതി തന്നാൽ മതി എന്നൊരു വർത്താനം പറഞ്ഞ. പണ്ട് ഡോക്ടർ ഉസ്മാൻ സാഹിബ് പച്ചവെള്ളം സിറിഞ്ചിലാക്കിയിട്ട് അടിച്ചു കൊടുക്കുന്ന പറയും. എന്നിട്ട് ഇത് ഒരു ലക്ഷക്കണക്കിന് ഉറുപ്പ്യ വിലയുള്ള മരുന്നാണെന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? ഇങ്ങനത്തെ ഒരു ടെക്നിക്കിലേക്ക് പോവാന്നല്ലാതെ ഭാര്യയുടെ രോഗവും അസുഖവും ഭർത്താവിന്റെ പ്രശ്നമൊക്കെ നമ്മൾ പരസ്പരം കൃത്യമായിട്ട് അറിയാന്നുള്ളത് ഭയങ്കര പ്രധാനമാണ്. അനക്കെന്താ അവിടെ പണി വയ്ക്കും ചില ആൾക്കാർ. ഇതിപ്പോ എന്താ ഇയാള് ആണുങ്ങളെ പിന്നാലെയുള്ള കൂടിയാണ്, പെണ്ണുങ്ങളെ പറ്റി എന്താ ഒന്നും പറയാത്തതെന്നാണ് ഒരു 7-8 മുഖം കാണുമ്പോൾ എനിക്ക് തോന്നണത്. മനസ്സിലായില്ലേ? എന്താ വെച്ചാൽ അതിന് വ്യക്തമായ ചില കാരണമുണ്ട്. കാരണം ഞാൻ പറയണില്ല. അനക്കെന്താ അവിടെ പണിയെന്ന് ചോദിക്കണേ? ഒന്നുമില്ല, നമ്മൾ ഡ്യൂട്ടി ഒന്ന് മാറ്റി പിടിക്കാം. ഒരു ദിവസം വീട് മൊത്തം നമ്മൾ നോക്കണ അവസ്ഥ, മൊത്തം വീട് നമ്മൾ നോക്കണ ഒരു അവസ്ഥയ്ക്ക് എത്തുമ്പോൾ മനസ്സിലാകും എന്താണ് വീട്ടിലെ പണിയെന്ന്, എന്താ വീട്ടിൽ സംഭവിക്കണമെന്ന്. ചെറിയ പ്രായമുള്ള 2-3 കുട്ടികളുണ്ടെങ്കിൽ ഓരെ മാനേജ് ചെയ്യാന്നുള്ളത് തന്നെ നമ്മളെ എത്ര ശമ്പളം കൊടുത്താലും തീരാത്ത വർക്കാണ്. ഇനി തിരിച്ച് ഭർത്താവിനോടും ചോദിക്കും, നിങ്ങളിങ്ങനെ നടന്നോളി, നിങ്ങളിങ്ങനെ നടന്നാൽ മതിയല്ലോ നിങ്ങൾക്ക്. അപ്പൊ മൂപ്പരിങ്ങനെ നടക്കണോണ്ടാണ് ഇവിടെ ഇതൊക്കെ നടന്നു പോകണമെന്നുള്ള ഓർമ്മ പലപ്പോഴും തിരിച്ചുണ്ടാവില്ല. അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു മേഖല നമ്മൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം. രണ്ടാമത്തെ ഒരു തലം എന്ന് പറയുന്നത് കുടുംബ കലഹങ്ങളാണ്. കുടുംബ കലഹങ്ങൾ. ആരോടാ കുടുംബ കലഹം? ജ്യേഷ്ഠനും അനിയനും തമ്മിൽ പ്രശ്നം, വാപ്പയും മോനും തമ്മിൽ പ്രശ്നം, അല്ലെ? കൂട്ടുകുടുംബം ഉണ്ടെങ്കിൽ അവിടെ പ്രശ്നം ഉണ്ടാവും. കൂട്ടുകുടുംബത്തെ ഏറ്റവും സൂക്ഷ്മമായി കണ്ടിട്ടില്ലെങ്കിൽ ഭയങ്കര വിഷയമാണ്. കൂട്ടുകുടുംബത്തെ ഏറ്റവും ശക്തമായി കണ്ടിട്ടില്ലെങ്കിൽ അത് വലിയ പ്രതിസന്ധികൾക്ക് കാരണമാകും. ഞാൻ ഈ കഴിഞ്ഞ ഒരു 2-2.5-3 മാസങ്ങൾക്കിടയിൽ ഉണ്ടായ അനുഭവങ്ങൾക്ക് പറഞ്ഞുതരാം. എന്താ അറിയോ? വീട് കൊണ്ടെടുക്കുന്നത് ആകെ ഒരു ആങ്ങളെയാണ്. 1-2 പെങ്ങന്മാരുണ്ട്. ഓല ഭർത്താക്കന്മാർ ഗൾഫിലായതുകൊണ്ട് ഒരു വീട്ടിലാണ്. അപ്പൊ ഒരു ദിവസം അടിച്ചോരാൻ വേണ്ടിയിട്ട് ഇത്താത്താന്റെ റൂമ് കയറിയപ്പോ, അതായത് ഭർത്താവിന്റെ പെങ്ങളുടെ റൂമ് കയറിയപ്പോ അവിടെ ബേക്കറിയൊക്കെ ഇരിക്കണ കണ്ടു. ഈ പെണ്ണ് നേരെ വിളിച്ചിട്ട് ഭർത്താവിനോട് പറഞ്ഞു, നിങ്ങളിങ്ങനെ അയച്ചു കൊടുത്തോളി, അല്ലേ? ഒരടിസ്ഥാനാണത്. എന്താ പറയാ, കൂട്ടുകുടുംബത്തിൽ ഉണ്ടാവേണ്ട ഒരു അടിസ്ഥാനമാണ്. ഭർത്താവോ ഭാര്യയോ മറ്റൊരാൾക്ക് ചെയ്യുന്ന സേവനങ്ങളെ, സഹായങ്ങളെ ഒരിക്കലും മുടക്കരുത് നമ്മൾ. അത് മുടക്കാൻ തുടങ്ങിയ അന്ന് തുടങ്ങും നമ്മുടെ തകർച്ച. ഇത് കേട്ടപ്പോ ഇവര് പ്രഷർ കയറിയിട്ട് ഇവൻ നേരണ്ട് വിളിച്ചു, നിങ്ങളിങ്ങനെ തിന്നോളിഞ്ഞ് കുട്ടിയൊക്കെ കൊടുക്കാതെ. ഭയങ്കര കത്തിക്കൽ. അപ്പൊ പെങ്ങളങ്ങോട്ട് കരഞ്ഞ് പെങ്ങളെ ബോധമാണ് പോയി. അപ്പൊ എല്ലാവരും ഇടപെട്ടു. അവസാനം നോക്കുമ്പോ എന്താ അറിയോ, പെങ്ങളെ കുട്ടിക്കൊരു പ്രശ്നമുണ്ട്. രാത്രി എണീറ്റിരുന്നിട്ട് ഭക്ഷണത്തിന് കരയണ ഒരു പരിപാടി ഉണ്ട്. അപ്പൊ ആ ഭക്ഷണത്തിന് കരയണ പരിപാടി മാനേജ് ചെയ്യാനാണ് ഇതവിടെ കൊണ്ടുവന്നിച്ചത്. അതോടെ എന്തായിന്നറിയോ, ആ കുടുംബം അല്ലിച്ചില്ലിയായ ആ പെണ്ണ് ഒരു 1-1.5-2 മാസത്തോളം അവളുടെ വീട്ടിൽ തന്നെയായിരുന്നു. പിന്നെ മസലത്ത് പറച്ചിലും മദ്യം പറച്ചിലും ഒക്കെ ആയിട്ട് ക്ലിയറായി എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യക്ഷത്തിൽ കാണുന്ന ചില സംഗതികൾ മാത്രം കണ്ടിട്ട് നമ്മൾ ഒരിക്കലും വർത്താനം പറയരുത്. പിന്നെ കൂട്ടുകുടുംബാവുമ്പോ
ഞമ്മക്ക് കുറച്ച് നല്ല പൈസയും സംഭവമൊക്കെ ഉണ്ടാവും. നമ്മളെ കുട്ടിക്ക് ഇഷ്ടം പോലെ കളിപ്പാട്ട് അവിടെ കൊണ്ടുവന്നിട്ട് കൊടുക്കും. വേറൊരു കുട്ടി ഉണ്ടാവും വിരലും കടിച്ച് നമുക്ക് ഇങ്ങനെ നോക്കി നിൽക്കണം. സൂക്ഷിക്കണം, നമ്മള് നന്നായി സൂക്ഷിക്കണം. പ്രത്യേകിച്ച് പെങ്ങന്മാരോ അങ്ങനത്തെ ആളുകളൊക്കെ വിധവകളോ മറ്റോ ഒക്കെ ആണെങ്കിൽ തീർച്ചയായും ഇതിൽ കൂടുതൽ ശ്രദ്ധയും സൂക്ഷ്മതയും നമുക്ക് ആവശ്യമുണ്ടാകുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമല്ല. കൂടുതൽ സൂക്ഷ്മത ആവശ്യം ഉണ്ടാകും. ഇത് ഇങ്ങനത്തെ മേഖലകളുണ്ട്. ഇതേപോലെ അമ്മായിമ്മ മരുമോൾ ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാകും. ഓരോ മരുമോളും മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രായത്തിനനുസരിച്ച് മനുഷ്യന്റെ ചിന്തക്കും ശരീരത്തിനും സാഹചര്യത്തിനും ഒരുപാട് വ്യത്യാസം വരും. പിന്നെ ഓരോരുത്തരും നമ്മളെ 2020 ചിന്തിക്കാൻ ചിലപ്പോൾ 2020 ഒരു അമ്മായിമാക്ക് പറ്റൂല. ഓരുണ്ടാകുക 957 മാനസികാവസ്ഥയിലായിരിക്കും. അപ്പൊ അത് അവർക്ക് നമ്മൾ അങ്ങനത്തെ ഒരു അഫുവിന്റെ മേഖല കൊടുക്കണം. നോക്ക് നിങ്ങൾ, പ്രവാചക തിരുമേനിയുടെ പത്നി ആയിഷ ബീവിക്കെതിരിൽ ലൈംഗികാരോപണം വരെ ഉന്നയിച്ച അബ്ദുല്ലാഹിബിൻ ഉബൈബിൻ സുലൂൽ എന്ന് പറയണേ മുനാഫിഖ് നേതാവിന് മാപ്പ് കൊടുത്ത ചരിത്രമാണ് പ്രവാചകന്റേത്. മയ്യിത്ത് നിസ്കരിക്കാൻ വേണ്ടി ചെന്നപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മയ്യിത്ത് നിസ്കരിക്കാൻ വേണ്ടി ചെന്നപ്പോ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കണം, നബി ഇയാൾക്ക് വേണ്ടിയാണോ മയ്യിത്ത് നിസ്കരിക്കണത്? അപ്പൊ പ്രവാചകൻ പറയാ, ഒരു വട്ടമല്ല 70 വട്ടം നിസ്കരിച്ചിട്ടോ രക്ഷപ്പെടുകയാണെങ്കിൽ രക്ഷപ്പെട്ടോട്ടെ. ഈ വിശാലത കാണിച്ചിട്ടുണ്ടെങ്കിൽ പടച്ചോൻ പറഞ്ഞു 70 വട്ടം നിസ്കരിച്ചാലും രക്ഷപ്പെടൂല, അതുകൊണ്ട് തിരിച്ചു പോന്നു. ആയത്തിറങ്ങിയതുകൊണ്ടാണ് തിരിച്ചു പോന്നത്. ഈ വിശാലത ഉണ്ടെങ്കിൽ എന്തേ നമുക്ക് പരസ്പരം പുറത്തു കൊടുത്തൂടെ? ഈ സമ്മേളനം ഇതിന്റെ പന്തലിലും ഇതിന്റെ മൈക്കിലും ഇതിന്റെ ക്യാമറയിലുമല്ല, നമ്മൾ ഇത് ജീവിതത്തിൽ എത്രത്തോളം നടപ്പിലാക്കുന്നു എന്നുള്ളതിലാണ്. അതുകൊണ്ട് ഗൗരവപൂർവ്വം ആ മേഖല ചിന്തിക്കണം, ഗൗരവപൂർവ്വം ചിന്തിക്കണം. ഒരിക്കലും വയസ്സായ അമ്മായിമാരെ നേരാക്കാൻ പോയി നടക്കൂല. ഓരെ നമ്മൾ എഡിറ്റ് ചെയ്യാൻ പോണ്ട, അവർക്കനുസരിച്ച് നമ്മൾ മാറുക, കുറച്ചൊക്കെ സഹിക്കുക, നമ്മളെ ഉമ്മയാണെന്ന് വിചാരിക്കുക. പിന്നീട് സാധ്യമാകുന്ന പരിഹാരങ്ങളെ കുറിച്ച് നമ്മൾ പ്ലാൻ ചെയ്യുക. അവരുടെ ചില മർമ്മങ്ങൾ ഉണ്ടാകും, ആ മർമ്മങ്ങളിലേക്ക് നമ്മൾ കയറി ചെല്ലുക. തിരിച്ച് അമ്മായിമ്മമാരും മനസ്സിലാക്കേണ്ടത്, നമ്മള് വെയ്യാതെ കിടക്കുമ്പോ നമ്മളെ കാഷ്ടം കോരേണ്ട പെണ്ണ് ശപിക്കാതെ കാഷ്ടം കോരണമെങ്കിൽ, നമ്മളെ മയ്യത്തിന് മുന്നിൽ കണ്ണീരിറ്റ് വീഴുന്ന ഒരു കാഴ്ച ഉണ്ടാകണമെങ്കിൽ അതിന് നമ്മൾ വേണ്ടത് നമ്മൾ ചെയ്യണം. മൂന്നാമത്തെ ഒരു പ്രശ്നം മക്കളുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. കുട്ടികളെ പ്രശ്നം പറയാൻ തുടങ്ങിയാൽ തീരൂല, അല്ലേ? എന്താ, കുട്ടികളെ ഒരുപാട് ഇഷ്യൂസ് കുട്ടികളുടെ കാര്യത്തിലുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി എന്താ, കുട്ടികളെ മൊത്തം പ്രശ്നം ഒതുക്കാൻ ഇപ്പൊ ചെയ്യുന്ന ഒരു പണി നേരെ മൊബൈൽ ഫോണാണ് കൊടുക്കും. ഞാൻ നിങ്ങളോട് പറയണത്, പറ്റുമെങ്കിൽ കുറച്ച് ഗുരുഡാൻ കലക്കി കൊടുത്താൽ, കുറച്ച് സൈനൈഡ് കലക്കി കൊടുത്തതില്ല ഉഷാറായി, എന്നാൽ അവിടെ തീരും. സമൂഹത്തിന് പിന്നീട് ദോഷമൊന്നുമില്ല. ഇവിടെ എന്തൊക്കെയാണ് സുഹൃത്തുക്കളെ സംഭവിക്കുന്നത്? ഒരുപാട് കാര്യങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുണ്ട്. എന്താ, നിങ്ങൾ നോക്കൂ. ഒന്ന്, കുട്ടി ഗെയിമുകളിലൂടെ പോകുമ്പോ സംഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താ അറിയോ? കുട്ടി ഗെയിമുകളിലൂടെ പോകുമ്പോ സംഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം, ഒന്ന്, അവന്റെ തലച്ചോറ് ഓഫായി. അതോടുകൂടെ ഇപ്പം 1 ലിറ്റർ കൊള്ളുന്ന ഒരു പാത്രത്തില് 1.5 ലിറ്റർ കൊള്ളിക്കാൻ പറ്റൂലല്ലോ. എന്ന് പറഞ്ഞാൽ തലച്ചോറിനൊരു സ്പേസ് ഉണ്ട്. ഒരു കുട്ടി ഒരു ഗെയിം ഒരു വട്ടം കളിക്കുമ്പോ കിട്ടുന്ന സ്കോർ അല്ല 50ാമത്തെ വട്ടം കളിക്കുമ്പോ കിട്ടുന്നത്. അതെന്തുകൊണ്ടാ? വിരലിന്റെ എക്സ്പീരിയൻസ് കൊണ്ടല്ല. ഇവൻ ഈ ഗെയിം ഉണ്ടാകും, ഒരു വണ്ടി ഇങ്ങനെ പോകുന്നുണ്ടാവും, അവിടെ ഇങ്ങനെ തിരിയുന്നുണ്ടാവും, അപ്പുറത്തേക്ക് ചാടി ഇറങ്ങുന്നുണ്ടാവും, അപ്പുറത്ത് വെടിവെക്കുന്നുണ്ടാവും, ഇപ്പുറത്ത് ബോംബിടുന്നുണ്ടാവും, എന്നിട്ട് അവിടെ പാരച്യൂട്ട് കയറുന്നുണ്ടാകും. ഇത് കംപ്ലീറ്റ് തലച്ചോറ് ഫീഡ് ചെയ്യാണ്. ഈ ഫീഡ് ചെയ്ത സാധനം ഇങ്ങനെ ഫില്ലായിക്കൊണ്ടിരിക്കുമ്പോഴുള്ള പ്രശ്നം എന്താ അറിയോ? ഇവൻ സയൻസ് വായിക്കാനിരിക്കും. അപ്പൊ തലച്ചോറ് പറയുന്നത് യുവർ സ്റ്റോറേജ് മെമ്മറി ഫുൾ, എന്റെ സ്റ്റോറേജ് കഴിഞ്ഞു, അപ്പൊ അടച്ചേക്കും. പിന്നെ സയൻസ് എടുക്കും, അടച്ചേക്കും. ഓരോ മണ്ടനാവും. പോരാത്തിന് ഈ ഇരുത്താണ്. അവന്റെ ശരീരത്തിന് ഒരുപാട് പ്രശ്നം വരാനുണ്ട്. അവനൊരു അന്തർമുഖനാകും. പിന്നെ കാർട്ടൂണ്, അല്ലേ? കാർട്ടൂണുകൾ കാർട്ടൂൺ കഥാപാത്രങ്ങളുണ്ട്. ഒരു ലൈസൻസും ഇല്ലാതെ സംസാരിക്കണ കാർട്ടൂൺ കഥാപാത്രങ്ങൾ, കോമഡി ഷോകൾ, ഇതൊക്കെയാണ് നമ്മളെ കുട്ടികൾ പലപ്പോഴും കാണുന്നത്. അതിപ്പോ എന്താ ഞങ്ങൾ ചെയ്യാന്നാണ്. ഫോണിന്റെ കാര്യത്തിൽ ഞാൻ പറയുന്നു, പൂർണ്ണമായും ഫോൺ വാങ്ങിച്ച ഒരിക്കലും ഒന്നും ആകൂല. അപ്പൊ നമ്മളെ ഫോൺ ശുദ്ധീകരിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. കുട്ടികൾ കാണാൻ പാടില്ലാത്ത ഇഷ്ടംപോലെ വരും, വാട്സാപ്പിൽ ഇങ്ങനെ തള്ളിവിടും. അത് ഉണ്ടാകാതിരിക്കുക. 2 വീഡിയോ ഗാലറിയിലൊക്കെ ഖുർആനും അനുകൂലമായ അവർ കാണേണ്ട വീഡിയോസ് ഒക്കെ കയറ്റുക വീഡിയോ ഗാലറി ഒക്കെ തുറക്കുമ്പോൾ. പിന്നെ ഗെയിമും ഒക്കെ ഒരിക്കലും കൊടുക്കാതിരിക്കുക. നിശ്ചിത സമയം ഉണ്ടാകുക, ഒരു 20 മിനിറ്റ് ഡെയിലി ഈവനിങ് ടൈമിൽ നിങ്ങൾക്ക് തരാന്ന് പറയാം. അല്ലാത്ത സമയം കണിശമായി നിയന്ത്രിക്കുക. ഒരു പരിധിയാണ് വിട്ടു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നം. പിൻകാരൊരു കുട്ടി
ഗെയിം കളിക്കാൻ ഫോൺ കൊടുക്കാഞ്ഞിട്ട് വീട്ടിലെ എല്ലാ കക്കൂസിലും ടാപ്പാണ് തുറന്നിട്ടു. രാത്രി രാവിലെ ഉമ്മ എണീക്കണത് കട്ടിൽ വന്ന് വെള്ളത്തിക്ക. പ്രതിഷേധത്തിന്റെ രൂപമാണ്. എന്തെല്ലാം ജാതി പ്രൊട്ടസ്റ്റുകളാണ് കുട്ടികൾ ആസൂത്രണം ചെയ്യുന്നത്. എന്താ കാര്യം? ഇത് തലക്ക് അങ്ങനെ പിടിച്ചിട്ടാണ്. പിന്നെന്താ അറിയോ, കുട്ടികളുടെ കൂടെ നമ്മൾ ഇൻവോൾവ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. വാപ്പാറിന്റെ ചെങ്ങായി അപൂർവമായിട്ട് വീട്ടിലുണ്ടാവുള്ളൂ. അപ്പൊ മൂപ്പര് കുട്ടിനോട് ചോദിച്ചു എനിക്ക് എന്താകാൻ പൂതി. ഒരു കുട്ടി പറഞ്ഞു എനിക്ക് JCB ഡ്രൈവർ ആകാനാണ് പൂതി. വേറൊരു കുട്ടി പറഞ്ഞു എനിക്ക് പോലീസ് ആകാനാ പൂതി. വേറൊരു കുട്ടി പറഞ്ഞു എനിക്ക് മൊബൈൽ ആകാനാ പൂതി. അതെന്തേ മൊബൈലാകാൻ പൂതി? എന്റെ അച്ഛന് മൊബൈലുണ്ട്, അമ്മക്ക് മൊബൈലുണ്ട്, ചേച്ചിക്ക് മൊബൈലുണ്ട്, എല്ലാവരും മൊബൈലുമൊക്കെ നോക്കിയിരിക്കണേ. അപ്പൊ ഞാനൊരു മൊബൈലായാല് എന്നെ നോക്കുമല്ലോ. ഇങ്ങനത്തെ ഒരു സാഹചര്യം യഥാർത്ഥത്തിലുണ്ട്. വാപ്പാക്ക് എന്താ കുട്ടിന്റെ കൂടെ കൂടിക്കൂടെ? അൽഫിത്രയിൽ പോണ ഒരു കുട്ടീനെ രാവിലെ എങ്ങനെ ഒരുക്കുക? പോയി എണീക്കടി, പോയി കുളിക്കടി, 8:30 മണിക്ക് വണ്ടി വരില്ലേ? ചില ആൾക്കാരെ കുളിപ്പിക്കലാതെ ഒരിക്കലാതെ നേരെ മറിച്ച് ഓളെ പോയി എടുത്ത് ഒന്ന് തോളിലൊക്കെ ഇട്ട് അല്ലേ, അതിലൊരു 2 റൗണ്ടൊക്കെ ഒന്ന് ഓടി. ഇതൊക്കെ വാപ്പാക്ക് പറഞ്ഞാണ്. ഒരു 2 റൗണ്ട് കയ്യിലൊക്കെ ഒന്ന് പാഞ്ഞ് പിന്നെ കൊണ്ടുപോയി ഒന്ന് കുളിപ്പിച്ച് ഈ നാട്ടിലില്ല ഇങ്ങനത്തെ ഒരു കുട്ടി എന്നൊക്കെ പറഞ്ഞൊന്ന് ഉഷാറാക്കി ഡ്രസ്സൊക്കെ ഇട്ടുകൊടുത്ത് ഒരു ഉമ്മയൊക്കെ കൊടുത്ത് പറഞ്ഞേച്ചാല് ഇനി നമ്മളാരും നമ്മളെ വാപ്പാക്കുമാർക്ക് ഉമ്മ കൊടുക്കല്ലോ. എന്റെ സ്കൂളില് 7ാം ക്ലാസ്സിലൊരു പാടുണ്ട്. സർക്കാർ സ്കൂളൊക്കെ ഉള്ള അധ്യാപകർക്കൊക്കെ അറിയാം, രക്ഷിതാക്കൾക്കും അറിയാം. 7ാം ക്ലാസ്സിലെ പാടെന്താ? അൻതി ജൗഹറത്തി എന്നാണ്. നീയാണ് എന്റെ രത്നം എന്ന് ഉമ്മ മോനോട് പറയണേ. അൻത ജൗഹറത്തി എന്ന് പറഞ്ഞ ഒരു പാടാണ്. അപ്പൊ ഈ പാഠത്തിൽ ഞാൻ സാധാരണ ഒരു വർക്ക് കൊടുക്കലുണ്ട്. ഒരു ചാർട്ട് ഉണ്ടാകും ക്ലാസ്സിൽ. ഉമ്മാക്കൊരു ഉമ്മ എന്നാണ് ആ ചാർട്ടിന് മുകളിൽ ഉണ്ടാകുക. ഉമ്മാക്കൊരു ഉമ്മ കൊടുത്ത കുട്ടികളോടൊക്കെ ടിക്കിടാൻ പറയും. അപ്പൊ ഒരു കുട്ടി ഇട്ടിട്ടില്ല. അപ്പൊ അടുത്ത് വിളിച്ചിട്ട് ചോദിച്ചു എന്താ മോളെ 10 ദിവസമായിട്ട് നീ ഹിന്ദു ആണല്ലോ ഇട്ട്? അത് ഉമ്മ സമ്മതിക്കൂല. അടുത്ത് വിളിച്ചു അപ്പൊ എന്താ മോളെ ഉമ്മ അറിയാ അന്റെ ഒരു ആശ്ചര്യം. ഞങ്ങൾ മലപ്പുറം ഭാഗത്തെടുത്താണ് പ്രയോഗമാണ്. ഞാൻ പൊയ്ക്കച്ചോടുന്നു ഇപ്പൊ ഒരു ഉമ്മരില് ഒരു ഉമ്മാന്റെ പ്രയോഗം. അതെ വാരിപ്പുണർന്ന് കുഞ്ഞുങ്ങൾക്ക് ഉമ്മ കൊടുക്കണം നമ്മള്. എന്താ ഒരു സിഗരറ്റിന്റെ മണുണ്ടോ വേറെന്തെങ്കിലും പ്രശ്നമുണ്ടോ ഒക്കെ കിട്ടും വരുമ്പോഴും പോകുമ്പോഴൊക്കെ. ഇതേപോലെ ഉറങ്ങാൻ എങ്ങനെ വിടുക? ഉറങ്ങാൻ വിടാ, പോയി ഉറങ്ങടാ, 10:30 മണി കഴിഞ്ഞു ഉറങ്ങിയിട്ടില്ല. എണീപ്പിക്ക എങ്ങനെ? നീച്ച ചോടുന്ന് സുബയില്ല മഗ്‌രിബുമില്ല. നേരെ മറിച്ച് അതിനൊരു ടൈം നമ്മൾ കാണണം. കുട്ടികളെ എഴുന്നേൽപ്പിക്കാനും ഉറക്കാനൊക്കെ ഒരു ടൈം കാണണം. കുട്ടികൾക്ക് കളിപ്പാട്ടം വാങ്ങിക്കൊടുക്കും. നമ്മൾ വരുമ്പോ അതിന്റെ ഒരു ചക്രം അവിടെ കിടക്കുന്നുണ്ടാവും. ഓട്ടനങ്ങട്ട് വരും. നമ്മളെ സാമ്പത്തിക ബാധ്യതകളും നമ്മളെ ബാങ്ക് ബാലൻസും നമ്മളെ ശമ്പളവും ഒക്കെ കൂടെ ഓർത്തിട്ട് ആ കാറിന്റെ RC ഓണർ ഓനാണ്, അതൊന്ന് വിട്ടുകൊടുക്കണം. അവനോ അതുകൊണ്ട് എന്തും ചെയ്യാം. നിങ്ങളോട് ആരാ വലിയ കാർ വാങ്ങിക്കൊടുക്കാൻ പറഞ്ഞ്? കുട്ടികൾക്ക് ചെറിയ ചെറിയ സാധനങ്ങൾ വാങ്ങിക്കൊടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഭയങ്കര പ്ലാൻ ചെയ്ത് ഇതിൽ പ്രോട്ടോൺ ഉണ്ട്, ഇതിൽ അതുണ്ട്, ഇതിൽ മറ്റേതുണ്ട്, ഇതിൽ വിറ്റമിൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു ഭയങ്കര മുട്ടായൊക്കെ വാങ്ങിക്കൊടുക്കും. അതിന്റെ ഓനർ കോലുട്ടായി മതിയാവും. ഭയങ്കര സംഭവിക്കാറ് മനസ്സിലായില്ലേ? ചില സഹോദരിമാരൊക്കെ പരിപാടി സ്ഥലത്ത് ചെന്നാൽ കുട്ടികളെങ്ങനെ കരയും. എന്നിട്ടോ ഒരു പരിപാടിക്ക് വന്നിട്ട് കുട്ടികൾ കരഞ്ഞോട്ടെ അതുകൊണ്ട് പരിപാടിക്ക് വരാതിരിക്കൊന്നും വേണ്ട. കുട്ടിക്ക് പറ്റിയൊരു 3-4 ടൈപ്പ് സാധനങ്ങൾ ബാഗിലുണ്ടെങ്കിൽ ഒന്നിങ്ങനെ ഇടയ്ക്കെടുത്ത് എടുത്തുകൊടുത്താൽ മതി. വിഷയം തീർന്ന്. കുട്ടികളെ കുറച്ചൊരു ബോധപൂർവം നമുക്ക് വളർത്താൻ സാധിക്കണം. ഏറ്റവും അസ്വാതന്ത്ര്യം അനുഭവിക്കുന്നത് ആരാണ്? വീടുകളിൽ ഏറ്റവും അസ്വാതന്ത്ര്യം അനുഭവിക്കുന്നത് ആരാന്ന് വെച്ചാൽ നമ്മുടെ കുട്ടികളാണ്. നമ്മുടെ കുട്ടികളാണ്. അവൻ അങ്ങോട്ട് പോകാൻ പറ്റൂല, ഇങ്ങോട്ട് വരാൻ പറ്റില്ല, എവിടേക്കും പറ്റൂല അല്ലേ? പിന്നെ ഏറ്റവും അവസാനത്തെ കാര്യം ധാർമ്മികത. മക്കളുടെ ധാർമ്മികതയുമായി ബന്ധപ്പെട്ട മേഖല നല്ലോണം പേടിച്ചോളിയും. മിഠായികൾക്കുള്ളിലൂടെ ലഹരി കയറ്റി കുട്ടികളെ ലഹരിയുടെ വാഹകരാക്കുന്നിടത്തേക്കാണ് ഇന്ന് സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത്. ആരും സേഫ് അല്ല. ഒറ്റ തവണ കൂട്ടുകാരൻ്റെ അടുത്ത് ഒരൊറ്റ വലിച്ചാൽ പിന്നെ ജീവിതത്തിൽ അത് ഒഴിവാക്കാൻ പറ്റൂല. അതുകൊണ്ട് കുട്ടികളുടെ മതവിദ്യാഭ്യാസം CRE ഉണ്ടാവും. ഇതൊക്കെ കുട്ടി ലഹരിക്ക് അഡിക്റ്റായി ന്യൂ ഹോപ്പിൽ ഡി-അഡിക്ഷൻ സെന്ററിൽ കൊണ്ടേക്കണ അന്നാണ് ഓർമ്മ വരിക CRE നാട്ടിലുണ്ടായിരുന്നല്ലോ എന്ന് അല്ലെ. അപ്പളാ പ്രോഫ്കോൺ ഓർമ്മ വരിക. അത് ഓന് ട്യൂഷൻ ക്ലാസ് ആണ്, ഓന് സ്പെഷ്യൽ ക്ലാസ് ആണ്. ഭയങ്കര ട്യൂഷൻ ക്ലാസ് സ്പെഷ്യൽ ക്ലാസ് ഒക്കെ എടുത്തിട്ട് അവസാനം ഒന്നിനും പറ്റാത്തൊരു നാക്കാലിയായി അവന് കിട്ടിയിട്ട് എന്താ കൂട്ടരെ കാര്യം? എന്താ കാര്യം? അതുകൊണ്ട് നമ്മളെ മയ്യത്ത് കുളിപ്പിക്കുമ്പോ അങ്ങനെ ഇരുത്തിയിട്ട് 2 കാലും ഇങ്ങനെ മാറ്റിയിട്ട് വയറ്റത്ത് നെക്കിയിട്ട് ശീല കെട്ടിയിട്ട് ആ വേസ്റ്റ് എടുക്കണത് ഓനാകണം. മയ്യത്ത് കുളിപ്പിക്കാൻ അവന് കഴിയണം, മയ്യത്ത് നിസ്കരിക്കാൻ അവന് കഴിയണം, അവന്റെ ജീവിതത്തിന് വേണ്ട പാഠങ്ങൾ കിട്ടണം. ഇതൊന്നും കിട്ടാത്ത ഒരാളെ കൊണ്ടൊരു ഉപകാരമില്ല. അതുകൊണ്ട് നാട്ടിൽ വിദ്യാർത്ഥികളുടെ കമ്മിറ്റി ഉണ്ടാകുക എന്നുള്ളത് യൂത്തിന്റെയും യുവജന വിഭാഗത്തിന്റെയും മാതൃഘടകത്തിന്റെ ഉത്തരവാദിത്തം. അപ്പോഴേ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പള്ളി നോക്കാൻ ആളുണ്ടാവുള്ളൂ.
അതുകൊണ്ട് ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കുന്നു. ജീവിതത്തെ സമഗ്രമായി മനസ്സിലാക്കാനും ശക്തമായി മുന്നോട്ട് പോകാനുമുള്ള ശ്രമങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ഭാഗത്തു നിന്നുണ്ടാവണം. അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു.